അസ്സലാമു അലൈക്കും. നമുക്കൊരു 10 മിനിറ്റ് ഒരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ആ സമയം കുട്ടികളൊക്കെ ഫുഡ് കഴിക്കും. കുട്ടികൾ നേരത്തെ ഭക്ഷണം കഴിച്ച് വന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സമയമാണ്. ആ സമയം രക്ഷിതാക്കൾക്ക് ഒരു 10 മിനിറ്റ് ശേഷം കുട്ടികളുടെ ഫുഡ് കഴിഞ്ഞാൽ നിങ്ങളും ഫുഡ് കഴിച്ച് കൃത്യം 2 മണിക്ക് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നമ്മുടെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ ബന്ധപ്പെട്ട ഒരാൾ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് വൈകി. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് കാടഞ്ചേരിയാണ് നമ്മുടെ വിഷയം ഖുർആൻ റമദാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രസീഡിയത്തിൽ അമീദ് മാസ്റ്റർ, ബഹുമാനപ്പെട്ട പട്ടേൽ അവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ കാരണം അദ്ദേഹത്തെ ആദരവും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഫിത്ര സ്കൂളിൻ്റെ കുട്ടികളുടെ കലാപരിപാടികളും അതിൻ്റെ വാർഷികാഘോഷങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വേദിയിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. വളരെ പരിമിതമായ സമയമേ നമുക്ക് മുന്നിലുള്ളൂ എന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ആദ്യമേ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന. അല്ലാഹു, പരമകാരുണികനായ അല്ലാഹു അല്ലമൽ ഖുർആൻ, ഖുർആനെ പഠിപ്പിച്ചുവെന്നും എന്നിട്ട് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് മനുഷ്യരെ സൃഷ്ടിച്ചുമെന്നാണ്. യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന് ശേഷം, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം പിന്നീടാണ് ഖുർആൻ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തി എന്ന നിലക്ക് നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. നമ്മുടെ സൃഷ്ടിപ്പിന് ശേഷമാണ് നാം ഖുർആൻ പഠിക്കാൻ ആരംഭിക്കുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നാണ്. അപ്പോൾ ഖുർആനിനെ ആദ്യം സൃഷ്ടിച്ചു, പിന്നീട് അല്ലെങ്കിൽ ഖുർആൻ ആദ്യമുണ്ടായി, ഖുർആൻ്റെ അവതരണം നേരത്തെ സംഭവിച്ചു, അതിനുശേഷമാണ് നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അള്ളാഹു പറയുന്നത് അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. അപ്പോൾ അള്ളാഹു മനുഷ്യർക്ക്
ഖുർആനിനെ അവതരിപ്പിച്ചു തന്നത് മനുഷ്യർ പഠിക്കാൻ വേണ്ടിയാണ്, മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ മനുഷ്യർക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നു എന്നുള്ളത് മനുഷ്യരുടെ സൃഷ്ടിപ്പിന് ശേഷമുള്ള കാര്യമാണ്, നമ്മൾ ഓരോരുത്തരിലേക്കും ചേർത്ത് നോക്കുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത് ഇഷാറത്തൻ ഇല അന്നൽ ഇൻസാന ഇന്നമാ ഖുലിഖ ലി അജലി തലഖിൽ ഖുർആൻ. അള്ളാഹു ഇല അന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ഇന്നമാ ഖുലിഖ, മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് ലി അജലി തലഖിൽ ഖുർആൻ, ഖുർആൻ അതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്, അതിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. വലിദാലിക അല്ലമഹുൽ ബയാൻ, അത് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യന് ബയാൻ എന്ന് പറയുന്ന കാര്യങ്ങളെ വിശദീകരിച്ചു നൽകാനുള്ള കഴിവും അള്ളാഹു നൽകിയത് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആനിനെ ആദ്യം പഠിപ്പിച്ചു എന്ന് പറയുന്നത് ആ ഖുർആൻ, ഇബ്നു ആദിൽ പറയുന്നത് ഫഇൻ ഖീല ലിമ ഖദ്ദമ തഅലീമുൽ ഖുർആനിൽ ഇൻസാൻ, എന്തുകൊണ്ടാണ് ഖുർആനിനെ പഠിപ്പിക്കുക എന്നതിനെ അള്ളാഹു മുന്തിച്ചു പറഞ്ഞത്? വഹുവ മുതഅഖിറുൻ അൻഹു ഫിൽ വുജൂദി, ആ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ ഖുർആനിന് ശേഷമുള്ളവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഫൽ ജവാബ് ലിഅന്ന തഅലീമ ഹുവ സബബു ഫി ഈജാദിഹി വ ഖൽഖിഹി, നിശ്ചയമായും ആ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് അതാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെയും മനുഷ്യൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മളെ അള്ളാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വിട്ടിട്ടുള്ളതിൻ്റെ ലക്ഷ്യം ഖുർആൻ നമ്മെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് അല്ലമൽ ഖുർആൻ, ആദ്യമായി ഖുർആനെ പറ്റി പറയാനുള്ള കാരണം എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മഴയില്ലാതെ വെള്ളമില്ലാതെ വരണ്ടു നിൽക്കുന്ന ഒരു ഭൂമിയിലേക്ക് ഒരു തുള്ളി ജലം കിട്ടുക എന്നുള്ളത് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനേക്കാൾ ആയിരക്കണക്കിന് കണക്കിന് മടക്ക് ആവശ്യമുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിൽ അല്ലാഹു ഒരു ഉപമ പറയുന്നുണ്ട്. വതറൽ അർള ഹാമിദത്തൻ ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ, ഭൂമിയെ നിനക്ക് അത് വരണ്ടുണങ്ങിയതായി കാണാൻ കഴിയും. എന്നിട്ട് ആ ഭൂമിയിലേക്ക് അള്ളാഹു വെള്ളം ഇറക്കുകയാണെങ്കിൽ ഇഹ്തസ്സത്ത് വറബത്ത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ വചനമാണിത്. ആ ഭൂമിയിലേക്ക്, ഉണങ്ങി വരണ്ടു നിൽക്കുന്ന ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി വന്നാൽ അത് ഫലഭൂയിഷ്ടമായി, അത് നനഞ്ഞ് ചീർത്ത് നല്ല മനോഹരമായ പൂക്കളും കായ്ക്കളുമൊക്കെയുള്ള ഒരു ഭൂമിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നത് പോലെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നമ്മിലേക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, ഉണങ്ങി വരണ്ടിരിക്കുന്ന മനസ്സുകൾക്ക് നല്ല കുളിർമയും സന്തോഷവും ആനന്ദവും അതിനനുസരിച്ചുള്ള സംസ്കരണവും ഒക്കെ ലഭിക്കുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മാൻ തഅല്ലമൽ ഖുർആന അളുമത്ത് ഖീമത്തുഹു, ആരെങ്കിലും ഖുർആൻ പഠിക്കുകയാണെങ്കിൽ അവൻ്റെ വില അത് അതിമഹത്തരമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നാം സാധാരണയായി കേൾക്കാറുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ ആരാണ്? നമ്മുടെ കാഴ്ചപ്പാടിൽ പൊതുവെയുള്ള ഒരു നിലപാടെന്താണ്? ഉന്നതമായ ബിരുദാനന്തര ബിരുദമുള്ള ആളുകൾ, സാമ്പത്തികമായി അത്യുന്നതയിലുള്ള ആളുകൾ, അധികാരവും അതുപോലെ മറ്റ് സ്ഥാനമാനങ്ങളുമൊക്കെയുള്ള ആളുകൾ, ഇവർക്കൊക്കെയാണല്ലോ നമ്മുടെ സമൂഹത്തിൽ സ്ഥാനവും മാനവും ബഹുമാനവും ആദരവും കൽപ്പിക്കാറുള്ളത്. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ വെച്ച് ഏറ്റവും ഖൈറ്, ഉത്തമന്മാരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ മനഃപ്പാടമുള്ള ആളുകൾ, ഖുർആൻ പഠിച്ച ആളുകൾ, അത് കേവലം ആയത്തുകളുടെ പാരായണം മാത്രം മനഃപ്പാടമാക്കലല്ല, അതിൻ്റെ ആശയവും അതിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് ആ നിലക്ക് ഖുർആൻ പഠിച്ച ആളുകൾ, അവർക്കുള്ള സ്ഥാനം എവിടെ ചെന്നാലും
ഈ ദുനിയാവിലാകട്ടെ മരണത്തിന് ശേഷമാകട്ടെ എവിടെയായിരുന്നാലും അവരുടെ സ്ഥാനത്തേക്ക് ഉയരാൻ ഒരാൾക്കും സാധ്യമല്ല. മറ്റെന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചവരാണെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരാൾക്കുള്ള നേട്ടം, സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ മറ്റാർക്കുമില്ല എന്നുള്ളതാണ്. ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ, അവരുടെ ശുഹദാക്കളുടെ മയ്യിത്തുകൾ അത് മറമാടുന്ന സമയത്ത് രണ്ടുപേരെ ഒരേ ഖബറിലായിരുന്നു മറമാടിയിരുന്നത്. അത്രയും ആളുകൾക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരേ ഖബർ കുഴിച്ച് ആ ഒരു ഖബറിൽ രണ്ടുപേരെ മറമാടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമായിരുന്നു, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ആരാണ് ഇതിൽ ഈ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ച ആളുകൾ എന്ന് പ്രവാചകൻ അന്വേഷിക്കുമായിരുന്നു. ഫൈദാ ഉശീറ ലഹു ഇലാ അഹദിഹിമാ, എന്നിട്ട് ആ രണ്ടുപേരിൽ നിന്ന് ഇന്നയാളാണ് കൂടുതൽ പഠിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയും, ഖദ്ദിംഹു ഫിൽ അഹദി, ആ ഖബറിൽ ആദ്യമായി അയാളെ ഇറക്കി വെക്കട്ടെ. നോക്കൂ നിങ്ങൾ, മറമാടുന്ന സമയത്ത് പോലും അവിടെ ഖുർആൻ കൂടുതൽ പഠിച്ച ആൾക്ക് മുൻഗണന കൊടുക്കുന്നു. ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ ഖുർആൻ കൂടുതൽ പഠിച്ച ആളായിരിക്കണം ഇമാമായി നിൽക്കേണ്ടത്. അവിടെ പ്രായത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ മറ്റ് ഭൗതികമായ സ്ഥാനമാനങ്ങളുടെയോ യാതൊരു പരിഗണനയുമില്ലാതെ ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ച ആൾ ആരാണോ അവരായിരിക്കണം. അവർ ഏത് ഗോത്രക്കാരനാവട്ടെ, ഭാഷക്കാരനാവട്ടെ, വർണ്ണക്കാരനാവട്ടെ, അതൊന്നും പരിഗണിക്കാത്ത വിധത്തിൽ അങ്ങനെയായിരിക്കണം ഖുർആനിൻ്റെ പഠിതാക്കൾക്കുള്ള പ്രാധാന്യമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ റമദാനിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പഠിക്കാത്ത, ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണോ നമ്മൾ എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. വളരെ ഗൗരവത്തോടു കൂടെ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ വാർഷികാഘോഷത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഓരോരുത്തരും ആലോചിക്കുക, എൻ്റെ കൈവശം ഖുർആൻ എന്തുമാത്രമുണ്ട്, ഖുർആനും ഞാനുമായുള്ള ബന്ധം എത്രമാത്രം സുദൃഢമാണ്, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വർഷങ്ങളും പിന്നിട്ട് മുന്നോട്ട് പോകും തോറും അത് വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതല്ല 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയോ മദ്രസകളിൽ നിന്ന് പഠിച്ച ആ ചെറുപ്രായത്തിൽ 10-15 വയസ്സ് പ്രായമാകുന്നവരേക്കുള്ള കാലഘട്ടത്തിൽ ഖുർആനിൽ നിന്ന് ഏതാനും ചില ആയത്തുകളും ചില ഭാഗങ്ങളൊക്കെ പഠിച്ചു, അത് അവിടെ തന്നെ നിർത്തുകയും അതിലപ്പുറത്തേക്ക് പഠനം മുന്നോട്ട് പോകാതിരിക്കുകയും പഠിച്ചത് തന്നെ മറന്നു പോവുകയും ഒക്കെ ചെയ്ത അവസ്ഥയിലാണോ നമ്മളുള്ളത് എങ്കിൽ തീർച്ചയായും വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരിബ്, ഖുർആനിൽ നിന്ന് ഒന്നുമില്ലാത്ത ഒരാളുടെ മനസ്സിൽ, ഖുർആനിൽ നിന്ന് ഒന്നുമില്ലാത്ത ഒരാളുടെ ഉദാഹരണം അതൊരു തകർന്നടിഞ്ഞ വീട് പോലെയാണ്. തകർന്നടിഞ്ഞ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഇഴജന്തുക്കൾ വന്ന് കുടികെട്ടി താമസിക്കും, അവിടെ വൃത്തികേടുകൾ ഉണ്ടാകും, എട്ടുകാലി വലകളുണ്ടാകും, അതുപോലുള്ള മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്ന, ദുർഗന്ധമുണ്ടാക്കുന്ന അങ്ങനെ പലതും അവിടെ വന്ന് അടിഞ്ഞുകൂടിക്കൊണ്ട് ആ വീട് മനുഷ്യർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത വിധം അവിടെ ദുർഘടമായ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് ആ വീട് മാറിയിരിക്കും. അതുപോലെ ആയിരിക്കും വിശുദ്ധ ഖുർആൻ ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ പഠിച്ചിട്ടും അതുമായി ബന്ധങ്ങൾ പുതുക്കാത്ത ആളുകളുടെ അവസ്ഥ അങ്ങനെയായിരിക്കുമെന്നാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നാം കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, വായിച്ചു കൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ഏത് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായ നമ്മുടെ അവസ്ഥ എത്രമാത്രം ശോചനീയമാണ് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഖുർആൻ നമ്മുടെ മനസ്സിലില്ല എങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടുന്നത് എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങളായിരിക്കും. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ ലൈംഗികമായ അതിരുവിട്ട ബന്ധങ്ങളുടെയും ഒക്കെ മേഖലയിലേക്ക് നമ്മുടെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പിന്നെ അവിടെ ഇസ്ലാമികമായ സംസ്കാരങ്ങളോ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ
ഒന്നുമായി നമുക്ക് ബന്ധമില്ലാത്ത അവസ്ഥയിൽ അവിടെ പിശാച് കയറി നമ്മുടെ മനസ്സിൽ പിശാചിൻ്റെ മന്ത്രങ്ങൾ, പിശാച് കയറുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് കയറുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിൽ കയറി എല്ലാവിധ വസ്വാസുകളും ഉണ്ടാക്കിക്കൊണ്ട് നമ്മെ ഏറ്റവും മോശമായ അധമന്മാരായ ആളുകളാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഈ വാർഷികാഘോഷത്തിലേക്ക് കടന്ന് അതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കും നമ്മൾ. വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം സുദൃഢമാക്കാനുള്ള ഒരു തീരുമാനവുമായി നമ്മുടെ മക്കളെ നമ്മൾ അൽ-ഫിത്രയിൽ ചേർക്കുന്നത് ഖുർആനിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഖുർആനുമായി ചെറുപ്പത്തിലെ അവർക്ക് ബന്ധമുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാണല്ലോ അൽ-ഫിത്ര എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചത്. അപ്പോൾ ആ നിലക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മളും ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ആ നിലക്ക് വളർന്നു വന്നവരാണെങ്കിൽ ആ ബന്ധം കൂടുതൽ സുദൃഢമാകുന്ന രൂപത്തിൽ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മരണം വരേക്ക് ഖുർആനിൻ്റെ പഠിതാക്കളായി, നമ്മളതിൻ്റെ പഠിതാക്കളും അത് പഠിപ്പിക്കുന്നവരുമൊക്കെയായി നമ്മൾ മുന്നോട്ട് പോകണം. നമുക്കറിയാം, ഖുർആനിൻ്റെ ഒരു ചെറിയ ഒരു അധ്യായം ഒരാൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അയാളത് ജീവിതത്തിൽ മരണം വരെ അത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുന്നു, അത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊക്കെ ഈ പഠിപ്പിച്ച ആൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. നമുക്കറിയാം, അൽ-ഫിത്രയുടെ അധ്യാപികമാർ അവർ നമ്മുടെ കുട്ടികൾക്ക് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികൾ എത്ര കാലം ഇവിടെ ജീവിക്കുന്നോ അത്രയും കാലം അവർ നമസ്കാരത്തിൽ അവർ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഖുർആൻ്റെ മറ്റ് ഭാഗങ്ങൾ ഓതിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെയും ആ അധ്യാപികമാർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. അതുപോലെ നമ്മുടെ മക്കളെ, രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഖുർആനുമായുള്ള ഒരു ബന്ധം അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭാവിയും പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗവും നമുക്ക് ലഭിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് അള്ളാഹു പറയുന്നു, അള്ളാഹു ആ മലക്കുകളെ ഏർപ്പെടുത്തിക്കൊണ്ട് അവരോട് പറയുന്നതാണ്, നീ പഠിച്ച ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ സ്വർഗത്തിൽ നീ എവിടെയാണോ നിൻ്റെ ഖുർആൻ പാരായണം അവസാനിപ്പിക്കുന്നത് അവിടെയായിരിക്കും നിനക്കുള്ള സ്വർഗത്തിലെ ഇരിപ്പിടം. അതുവരേക്ക് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. അതുകൊണ്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക, മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുക, പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ അർത്ഥവും ആശയവും പഠിച്ചുകൊണ്ടിരിക്കുക, ആഴത്തിലുള്ള പഠനം, തദബ്ബുർ എന്ന് പറയുന്ന ഖുർആനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഖുർആൻ പഠിക്കുന്നവരായിത്തീരുക. അത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഏതാനും ചില ആളുകൾ മാത്രം നിർവഹിക്കേണ്ട, അവരുടെ മാത്രം ഉത്തരവാദിത്തമായ ഒരു വിഷയമേ അല്ല. ഖുർആൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്, വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമാണ് ഉഖ്രിജത്തിൽ ഇന്നാസ്. മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഇറക്കി തന്ന വേദഗ്രന്ഥമാണിത്. അത് പഠിക്കൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്തം എല്ലാവരും നിർവഹിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് എല്ലാവിധ നന്ദിയും അൽഫിത്രയുടേത് അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഫുഡിൻ്റെ നമസ്കാരത്തിൻ്റെയും ടൈമാണ്. 1 മണിക്കൂർ കൊണ്ട് ബ്രേക്ക്. ആദ്യം സ്ത്രീകൾ ഫുഡ് കഴിക്കുക, അപ്പോൾ പുരുഷന്മാർ നമസ്കരിക്കുക, ശേഷം പുരുഷന്മാരും. പിന്നെ ഉമ്മമാർ ശ്രദ്ധിക്കാനുള്ളത്, മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ പോയിട്ട് ഒപ്പം കൂട്ടരുത്.
പിന്നെ കുട്ടികൾ വരില്ല, നിങ്ങളെ കണ്ട സ്റ്റേജിൽ കയറില്ല അവർ. അപ്പോൾ ഇനിയും പകുതിയിലേറെ പ്രോഗ്രാം നടക്കാനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് പോയിട്ട് ഫുഡ് കഴിക്കുക. കുട്ടികൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല അന്ന്. അങ്ങനെയെങ്കിൽ ടോയ്ലറ്റൊക്കെ പോവാം, ഒതുകൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ടോയ്ലറ്റ് ഈ സൈഡിലുണ്ട്. പ്രായമുള്ളവർ, മുകളിലേക്ക് കയറാൻ പറ്റാത്തവരൊക്കെ ഈ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുക. അല്ലാത്തവരൊക്കെ ബാക്കിൽ നടന്നാൽ കോണി കയറി മുകളിൽ പോയിട്ട് ഒതു കൊടുത്ത് അവിടെ നിന്ന് നമസ്കരിച്ച് ശേഷം ഫുഡിന് വരാം. നമുക്ക് മുകളിൽ തന്നെ നമസ്കരിക്കാൻ സൗകര്യമുണ്ട്. ഒരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. മുകളിലേക്ക് പോകാൻ പ്രയാസമുള്ളവർ ഇത് ഉപയോഗിക്കുക. ബാക്കി എല്ലാവരും മുകളിൽ